ക്രിസ്തുവിന്റെ രക്തം എനിക്ക് വേണ്ടി അത് പുണ്യാകാരമായി വെളിപ്പെട്ടത് കൊണ്ടാ ഇന്ന് രാത്രി നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ യേശുവിന്റെ രക്തം അത് പുണ്യാകാര രക്തമാണ്. ഒന്ന് നമ്മൾ മനസ്സിൽ ചിന്തിക്കണം, നമ്മൾ ആരും ഇവിടെ വരേണ്ടവരല്ല, നമ്മൾ ആരും ഇവിടെ വരേണ്ടവരല്ല, നമ്മൾ ആരും യേശുവിനെ വിളിക്കേണ്ടവരല്ല. പക്ഷേ ആ യേശു ക്രിസ്തുവിന്റെ പുണ്യാകാര രക്തമാണ് ഇന്നു രാത്രി ഈ ആലയത്തിനകത്ത് നമ്മളെ ഓരോരുത്തരെയും കൂട്ടി വരുത്തിയതിന്റെ പരമപ്രധാനമായ ഒന്നാമത് ലക്ഷ്യം അത് യേശു ക്രിസ്തുവിന്റെ പുണ്യാകാര രക്തമാണ്. അല്ലേ? എത്ര കൊല കൊമ്പനെയും യേശുവിന്റെ രക്തം തിരിച്ചു കൊണ്ടുവരും. ആമേൻ. എത്ര നല്ല കിടിവില്ലനെ യേശു കൊണ്ടുവരും. യേശുവിന് പാപികളാണ് ആവശ്യം. ഇല്ലേ? വീരന്മാർ അന്നാളിൽ ഓടുന്ന ബൈബിളിലുണ്ട്. അന്നാളിൽ നിങ്ങളിൽ ബലവാന്മാർ വീരന്മാർ നഗ്നരായി ഓടിപ്പോകും. അവരെ തിരിച്ചു കൊണ്ടുവരുന്നത് യേശുവിന്റെ രക്തമാണ്. വചനം പറയുന്നു, മാനവകുലത്തോട് സംസാരിച്ച ഒരു രക്തം, ഇടപെട്ട ഒരു രക്തം, അത് യേശുവിന്റെ രക്തമാണ്. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഞങ്ങൾ പറയുന്നത് യേശുവിന്റെ രക്തം അത് പുണ്യാകാര രക്തമാണ്. മറ്റു ഓരോ രക്തത്തിനും പുണ്യാകാര രക്തമെന്ന് അവശേഷിപ്പാൻ കഴിയാതിരിക്കുമ്പോൾ അത് യേശുവിന്റെ രക്തം അത് പുണ്യാകാരമാണ്. ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ എനിക്ക് പറയാൻ ഒന്നുണ്ട്, എന്റെ മേൽ പ്രവർത്തിക്കുന്ന ഒരു പുണ്യാകാര രക്തമുണ്ട്. ഹല്ലേലൂയ. ആ പുണ്യാകാര രക്തത്തിന്റെ മുമ്പിലാണ് നമുക്ക് ജീവൻ, ശക്തി, ബലം, ആരോഗ്യം. ആമേൻ. എന്താണ് പുണ്യാകാര രക്തം? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത് യേശു ക്രിസ്തുവാണ്. ഒന്ന്, നമുക്ക് വേണ്ടി ആദിയിൽ നിലനിന്നിരുന്ന ക്രിസ്തു. രണ്ട്, ജനിച്ച ക്രിസ്തു. മൂന്ന്, അവൻ ജീവിച്ച ക്രിസ്തു. നാല്, മരിച്ച ക്രിസ്തു. അഞ്ച്, മരണത്തെ ജയിച്ച ക്രിസ്തു. ആറ്, നമുക്ക് വേണ്ടി മടങ്ങി വരുന്ന ക്രിസ്തു. അർത്ഥം ചേർത്ത് പറഞ്ഞുതരാം. ഈ പുണ്യാകാര രക്തം നമുക്ക് വേണ്ടി നൽകപ്പെടുവാൻ യേശു ജനിച്ചപ്പോൾ അവൻ രാജാവാണ്. യേശു ജീവിച്ചപ്പോൾ അവൻ രാജാവാണ്. യേശു മരിച്ചപ്പോൾ യേശു രാജാവാണ്. യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ അവൻ രാജാവാണ്. അവൻ മടങ്ങി വരുമ്പോൾ അവൻ രാജാതി രാജാവാണ്. അതുകൊണ്ടാണ് പറയുന്നത് യേശുവിന്റെ രക്തം അത് പുണ്യാകാര രക്തം. ഇന്ന് രാത്രി നമ്മുടെ മനസ്സുകളെ, ഹൃദയങ്ങളെ യേശുവിലേക്ക് സമർപ്പിക്കാൻ മനസ്സുണ്ടെങ്കിൽ ആ പുണ്യാകാര രക്തം ഇന്നു രാത്രി നമ്മുടെ ജീവിതത്തിൽ വരും. ഇന്ന് രാത്രി പറയുന്ന കർത്താവേ, മാനവകുലത്തോട് സംസാരിക്കുന്ന, മനുഷ്യനോട് സംസാരിക്കുന്ന യേശുവിന്റെ പുണ്യാകാരം രക്തം ഇന്നു രാത്രി എന്റെ തലമേൽ, എന്റെ ഹൃദയത്തിൽ ഇന്നു രാത്രി വിളമ്പെട്ടാൽ അത് ഏത് മനുഷ്യനെയും, വചനം പറയുന്നു, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിൽ വന്നുകൊണ്ടിരുന്നു. അതാ പുണ്യാകാര രക്തം. ആമേൻ. ഇന്ന് രാത്രി എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, ഈ പുണ്യാകാര രക്തം നമ്മുടെ മേൽ വന്നാൽ, നമ്മുടെ വീട്ടിന് മേൽ വന്നാൽ, നമ്മുടെ സഭയിൽ വന്നാൽ അത് നമ്മൾ ചെയ്യിച്ചാവും. ആമേൻ. അപ്പം ഈ യേശു ക്രിസ്തു തന്നെയാണ് അവൻ പുണ്യാകാര രക്തമായി വെളിപ്പെട്ടത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നു, ഈ പുണ്യാകാര രക്തം നമ്മോട് ഓരോരും സംസാരിക്കുമ്പോൾ നമുക്ക് ഏത് നിലവാരത്തിലാണ് ഈ പുണ്യാകാര രക്തം വെളിപ്പെട്ടത്? അതുകൊണ്ട് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കണം. അപ്പോൾ യേശു ക്രിസ്തുവിനെ ഞാൻ പറഞ്ഞു, മാനവകുലത്തോട് സംസാരിക്കുന്ന പുണ്യാകാര രക്തം അത് യേശുവിന്റെ രക്തമെന്നും ഈ പുണ്യാകാര രക്തം നമുക്ക് ഏതൊക്കെ മേഖലകളിൽ എങ്ങനെയൊക്കെ വെളിപ്പെട്ടു, അതിന്റെ ഒന്നാമതൊരു ഭാഗം ഞാൻ ദൈവസന്നിധിയിലേക്ക് പറയാൻ. കർത്താവിൽ ശരണപ്പെടുന്നത് യേശു ക്രിസ്തുവിന്റെ രക്തം നമുക്ക് വെളിപ്പെട്ടു വന്ന ഈ മാർഗത്തോട്, ഒന്ന്, ഇത് നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. എത്ര പേർക്ക് മനസ്സിലായില്ല? യേശുവിന്റെ രക്തം, ഈ പുണ്യാകാര രക്തം എന്നെ ശുദ്ധീകരിക്കുകയാണ്. അതായത് നമുക്ക് അങ്ങ് പറയാൻ പറ്റത്തില്ല നമ്മളെല്ലാം എങ്ങനെ ശുദ്ധീകരിച്ചു. ചേർത്ത് പറഞ്ഞുതരാം. നമ്മെ പാപത്തിൽ നിന്ന് ശുദ്ധീകരിച്ചു. നമ്മളൊക്കെ ഏതൊക്കെ കൊടും പാപത്തിന് അടിമപ്പെട്ട് കിടന്ന് നമ്മെ യേശു ശുദ്ധീകരിച്ചത് കൊണ്ടാണ് ഇന്ന് രാത്രി നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഏതൊരു കാട്ടുമൃഗത്തെയും കുഞ്ഞാടാക്കുവാൻ കഴിയുന്ന ഒന്ന് യേശുവിന്റെ രക്തമാണ്. ആ യേശുവിന്റെ രക്തം നമ്മുടെ മേൽ ഇന്ന് രാത്രി വീഴണം. ചില മേഖലകളിലേക്ക് വീഴണം.
ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറഞ്ഞുതരാം. പരിശുദ്ധാത്മാവിന് നമുക്ക് ഏതൊക്കെ മേഖലയിൽ അടഞ്ഞു കിടക്കുന്ന ചില മേഖലകളിൽ ഇന്ന് രാത്രി ആ യേശുവിന്റെ രക്തം വീഴുന്നാൽ ചില വ്യത്യാസങ്ങളുണ്ടാകും. നമുക്ക് അടഞ്ഞു കിടക്കുന്ന ചില മേഖലകളുണ്ട്. നമുക്ക് തന്നെ അറിയാം. ശുശ്രൂഷകന്മാരോട് ഞാൻ ചേർത്ത് പറഞ്ഞുതരാം. നമുക്ക് ചിലപ്പോൾ നന്നായി ശുശ്രൂഷിക്കാൻ കഴിയാതെ ചില മേഖലകളിൽ അടയപ്പെട്ട് കിടക്കുക. ചില മേഖലകളിൽ അവിടെയൊക്കെ ജീവനുള്ള സംസാരിക്കുന്ന അത്യുന്നതനായ യേശു ക്രിസ്തുവിന്റെ പുണ്യാഹാര രക്തം വെളിപ്പെട്ടു വന്നാൽ ആ മേഖലയ്ക്ക് അത് വിടുതലുണ്ടാകും. അവൻ നമ്മൾ പ്രാർത്ഥിച്ച ചില മേഖലയ്ക്ക് വിടുതൽ വരാത്തതിന്റെ കാര്യം ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് യേശുവിന്റെ രക്തം വരാത്തത് കൊണ്ടാണ്. അവൻ യേശുവിന്റെ രക്തം നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്തുണ്ടാകണം, നമ്മുടെ ആരാധനയ്ക്കകത്തുണ്ടാകണം, നമ്മുടെ ശരീരഭാഗങ്ങളിനകത്തുണ്ടാകണം. അപ്പോൾ ഒന്ന്, യേശുവിന്റെ രക്തം നമ്മെ ശുദ്ധീകരിക്കുന്നു. അത് എന്തിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു? അത് നമ്മെ പാപത്തിൽ നിന്ന് ശുദ്ധീകരിക്കുന്നു. രണ്ട്, യേശുവിന്റെ രക്തം നമ്മെ രക്ഷിക്കുന്നു. ആമേൻ. ഒന്ന്, യേശുവിന്റെ രക്തം നമ്മെ ശുദ്ധീകരിക്കുന്നു. രണ്ട്, യേശുവിന്റെ രക്തം നമ്മെ രക്ഷിക്കുന്നു. എങ്ങനെ? യേശുവിന്റെ ശാപത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും പറയും, അയ്യോ എന്റെ കൊടും പാപമാണ്, ശാപമാണ്. ഞാനൊരു കാര്യം വ്യക്തമായി പറയാം. യേശുവിന്റെ രക്തം നമ്മുടെ മേൽ വെളിപ്പെട്ടു എങ്കിൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ആമേൻ. പിന്നെ ശാപമൊന്നുമില്ലെന്നേ. നമുക്ക് പിന്നെ പേടിയാണ്. അത് വരുമോ ഇത് വരുമോ? നീ ക്രിസ്തുവിലായാൽ ഒരു പുതിയ സൃഷ്ടിയാണ്. പഴയ സകലത് കഴിഞ്ഞു പോയി. നിന്നെ ഒരു ശത്രുവും തൊടത്തില്ല. നമ്മുടെ കൂടെ ദൈവം ഉണ്ടെങ്കിൽ ഏതൊക്കെ അനർത്ഥങ്ങൾ, ഏതൊക്കെ ആപത്തുകൾ, ഏതൊക്കെ വേദനകൾ, ഏതൊക്കെ ഞെരുക്കങ്ങൾ. പൗലോസിന്റെ ജീവിതത്തിൽ എന്തൊക്കെ കഷ്ടങ്ങളുണ്ടായിരുന്നു, അതിന്റെ ഒരു കാൽ ഭാഗം പോലും നമുക്കില്ല. പിന്നെ നമ്മൾ പറയുമ്പോൾ പറയാം അതുപോലെയൊക്കെയാണ്. ഒന്നുമല്ല. യോബിന്റെ ജീവിതത്തിൽ എന്തെല്ലാം കഷ്ടതയുണ്ടായിരുന്നു? ഒന്നുമല്ല. നമ്മൾ പലപ്പോഴും ആദ്യം കയറ്റിയാണ്. ഇതൊന്നുമല്ല. ഇന്ന് രാത്രി നമ്മുടെ ചില മേഖലക്കകത്ത് യേശുക്രിസ്തുവിന്റെ പുണ്യാഹാര രക്തം വെളിപ്പെടണം. എന്താ? ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്നത്. ആദ്യത്തെ മരണ സംവിധാന പ്രക്രിയ വേദപുസ്തക ചരിത്രത്തിനകത്ത് ഉൽപ്പത്തി സഹോദരനെ കൊല്ലുകയാണ്. പക്ഷേ ആ രക്തം ആ നാട്ടിലും അതിന് പുറത്തും ആരോടും സംസാരിച്ചതായിട്ട് ബൈബിളിലില്ല. എത്ര എനിക്കറിയത്തില്ല. നമ്മുടെ ചില മേഖലകളിലെ തിരിച്ചറിവുണ്ടാകും. നമുക്ക് കുറേ മേഖലകളിൽ തിരിച്ചറിവുണ്ടാകും. ഞാൻ കഴിഞ്ഞ നാടുകളിൽ പഠിക്കുമ്പോൾ ആരെയും കുറ്റം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു അനുഭവത്തെ പറയും. നമ്മൾ പലപ്പോഴും പറയും സുവിശേഷ യോഗം നടത്തി കടം വാങ്ങും, അല്ലെങ്കിൽ നമ്മൾ പറയും ദൈവവേല ചെയ്ത് കടം വാങ്ങും. ഞാൻ മനസ്സിലാക്കുന്ന ദൈവവേല ചെയ്താൽ അങ്ങനെ കടമൊന്നും വരത്തില്ല. യഥാർത്ഥ സേവ ചെയ്ത് വേല ചെയ്തു ദൈവം പറഞ്ഞ കാര്യം നമ്മൾ ചെയ്താൽ ഒരിക്കലും നമുക്ക് കടവും വരത്തില്ല, പരാജയം വരത്തില്ല. ഞാൻ പറയുന്നത് ചിലപ്പോൾ ഉൾക്കൊള്ളും. ദൈവം പറഞ്ഞൊരു കാര്യം ചെയ്താൽ അതിലൊരു ദോഷവും വരത്തില്ല, അതിലൊരു കടവും വരത്തില്ല. കാര്യം ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം. ആദ്യ ഭാഗം വായിക്കുമ്പോൾ ദൈവം ഒരു മനുഷ്യനെ വിളിച്ചു. അദ്ദേഹത്തിന്റെ പേര് നോഹ. നോഹയെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, അതാണ് സംസാരം. ഇത്ര മുഴം, ഇത്ര നീളം, ഇത്ര വീതി, ഇത്ര ഉയരം എന്തുണ്ടാകണം? പെട്ടകം ഉണ്ടാകണം. നോഹ ഉണ്ടാക്കിയില്ലേ? ഉണ്ടാക്കി. ആ നോഹ ഉണ്ടാക്കി. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായി. നോഹയ്ക്ക് എവിടെയെങ്കിലും കടമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്തിങ്ങനെ? നോഹയ്ക്ക് എവിടെയെങ്കിലും കടമൊന്നുണ്ടത് ബൈബിളുണ്ടോ? എന്റെ ചോദ്യം ഒരിടത്തുമില്ല. നോഹ ആ പെട്ടകത്തിൽ പരാജയപ്പെട്ടതായിട്ട് ബൈബിളുണ്ടോ? ഇല്ല. ഇതൊന്നും വേണ്ട. രണ്ട് പലക എന്തെങ്കിലുണ്ടോ? പിന്നെ പറയുന്ന ആരും കേറിയില്ല. ഒരു കാര്യം ഞാൻ പറയാം. ദൈവം ഒരു പെട്ടകം നിശ്ചയിച്ചാൽ അതിനകത്ത് ആരൊക്കെ വരണോ ദൈവത്തിന്റെ പദ്ധതിയാണ്. മാത്രം ഇതിനകത്ത് ദൈവത്തിന് വരാൻ ചിലരെ കൊണ്ട് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഈ ടൗണിൽ ഇത്രയും വാടകയ്ക്ക് ഇത്രയും മനോഹരമായി ഇവിടെ ദൈവ ആലയത്തെ ഒരുക്ക കാര്യം ചിലത് ഇതിനകത്ത് വരാനുണ്ട്. ഹല്ലേലൂയ. അത് ദൈവ പദ്ധതിയാണ്. അത് കൊണ്ടുവന്നതല്ലേ ആരോ. അതിന് ഒരു മാറ്റവുമില്ല. അത് ദൈവം കൊണ്ടുവരും. നമ്മളാണ് പറയുന്നത് നമ്മൾ ചെയ്തു. തന്നിഷ്ടം ചെയ്ത് കടം കയറിയാൽ ദൈവം ഉത്തരവാദിയേ അല്ല. അടുത്തൊരു ചിന്ത ഇന്ന് രാവിലെ ഞാൻ കേട്ടപ്പോൾ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം. അപ്പച്ചന് വയ്യ, ഭയങ്കര രോഗം.
അപ്പച്ചനെ രോഗം. എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നു. ചിന്ത മാറാൻ വേണ്ടി ഞാൻ പറയാം. എൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് അറിയാമോ? എൻ്റെ അടുക്കൽ വന്ന അപ്പച്ചന് വേണ്ടി ഹൃദയം തുറന്ന് ഞാൻ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. സൗഖ്യം കൊടുക്കാനാണ്. അതാണ് കുഴപ്പം. ഇന്ന് കൊടുക്കണം ഞാനാണ്. എൻ്റെ ഇരിക്കുകയാണ് സൗഖ്യം. ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഒറിജിനൽ എന്ന് പറഞ്ഞാൽ എൻ്റെ കടമ പ്രാർത്ഥിക്കുക. സൗഖ്യം കൊടുക്കേണ്ട ദൈവമാണ്. ഹല്ലേലൂയ. അതാ ഞാൻ വിശ്വസിക്കുന്നത്. ദൈവമാണ് സൗഖ്യം കൊടുക്കേണ്ടത്, നമ്മളല്ല കൊടുക്കേണ്ടത്. നമ്മൾ ഹൃദയം മുറുകി പ്രാർത്ഥിക്കും. ഞാൻ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, എനിക്ക് കൈവയ്യാതെ കിടന്നപ്പോഴേ ആയിരക്കണക്കിന് ദേവാസന്മാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു 100 കണക്കിന് ദേവാസന്മാർ എന്നെ നോക്കി, എന്നെ കാണാനും വന്നു. പക്ഷേ എനിക്കിപ്പോഴും മറക്കാൻ പറ്റുന്ന 2 അനുഭവങ്ങൾ. 2 ദൈവദാസന്മാർ എൻ്റെ കിടക്കയിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇവർ 2 പേരുടെ കണ്ണുനീർ എൻ്റെ കൈയുടെ മേൽ വീഴുന്നു. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാക്കാൻ അറിയത്തില്ല. എൻ്റെ കൈ ചലിക്കാൻ, എൻ്റെ കൈ ഇങ്ങനെ കിടക്കുകയാണ്. 2 ദൈവദാസന്മാർ എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചപ്പോ ഈ 2 പേരുടെ കണ്ണുനീർ കണ്ണിൽ നിന്ന് എൻ്റെ കയ്യിൽ വീഴുന്നു. ഞാനൊരു കാര്യം മനസ്സിലാക്കാം. അദ്ദേഹം മനസ്സറിഞ്ഞ പ്രാർത്ഥിച്ചത്. അത് കാൽവരി ക്രൂശിൽ നിന്ന് ഒഴുകപ്പെട്ട യേശുക്രിസ്തുവിന്റെ പുണ്യാഹാര രക്തം എന്ന നിലയിൽ ആ ദൈവദാസന്മാരിലൂടെ വെളിപ്പെട്ട് അതെന്റെ ശരീരത്തിൽ വീഴുന്നപ്പോ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ആ ദൈവം എന്നിൽ പ്രവർത്തിക്കും. ഒരുപാട് പ്രാർത്ഥനയുണ്ട്. എല്ലാ പ്രാർത്ഥനയല്ല. കൃപയുള്ളവർ പ്രാർത്ഥിക്കണം. ദൈവകൃപ നമ്മിൽ വെളിപ്പെടാൻ. ആമേൻ. അപ്പോ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, ഒന്ന്, നമ്മുടെ മേൽ ഒരു ദൈവീകമായ കൃപ ഉണ്ടായാൽ, ഇവിടെ പറയുന്നു, അവൻ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും നമ്മെ രക്ഷിക്കും. എന്ത് രക്ഷിക്കും? യേശുവിന്റെ പുണ്യാഹാര രക്തം. മനസ്സിലായില്ലേ? നമ്മൾ ചെയ്യാത്ത പ്രവൃത്തികളൊന്നുമില്ല അല്ലേ? നമ്മുടെ എല്ലാ കള്ളത്തരങ്ങളും ആർക്കറിയാം? നമുക്കറിയാം. പിന്നെ നല്ല കുടുംബമാണെങ്കിൽ ഭാര്യയ്ക്ക് എല്ലാ കള്ളത്തരം ഭർത്താവിന്റെ അറിയാം. ചിലര് മിണ്ടാതിരിക്കും, ചിലര് അതിനെ ന്യൂട്രൽ വയ്ക്കും അല്ലേ? ചില വീട്ടിൽ മക്കൾ മദ്യപിച്ചുകൊണ്ട് വരും. അമ്മയ്ക്ക് നൈസിലെ കാര്യം അറിയാം, നല്ല അമ്മയും കാര്യം അറിയാം. അമ്മ ഇവരോട് പറയില്ല. എന്തെന്നറിയാമോ? പറഞ്ഞാൽ ഇവ ഒടുകൂടിയനാവും. അതാണ് ഇന്നത്തെ കാര്യം. ചിലർക്ക് കാര്യങ്ങളെല്ലാം അറിയാം, മിണ്ടാതിരിക്കും. അപ്പൊ നമ്മുടെ പ്രവർത്തികളെ കുറിച്ച് ആർക്കറിയാം? ദൈവത്തിനറിയാം. അങ്ങനെയെങ്കിൽ ആ ദൈവത്തിന്റെ മുമ്പിൽ ഇന്ന് രാത്രി എന്നെ സമർപ്പിക്കും. കർത്താവേ, ആ യേശു ക്രിസ്തുവിന്റെ പുണ്യാഹാര രക്തം എന്റെ മേൽ വീഴണം. ഈ പുണ്യാഹാര രക്തത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. അതിനെ മനുഷ്യനോട് സംസാരിപ്പാൻ കഴിവുള്ള, മനുഷ്യനെ നിയന്ത്രിപ്പാൻ കഴിവുള്ള, ഏത് മേഖലയിൽപ്പെട്ട മനുഷ്യനിലും സംസാരിച്ച് പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു മാർഗം, അത് യേശുവിന്റെ പുണ്യാഹാര രക്തം. ഒന്നാമത്തെ കാര്യം, യേശുവിന്റെ പുണ്യാഹാര രക്തത്തിന്റെ കാര്യത്തെ കുറിച്ചാണ് ഇന്ന് രാത്രി നമ്മൾ പറഞ്ഞത്. മൂന്നാമത്തെ കാര്യം, യേശുവിന്റെ പുണ്യാഹാര രക്തം നമ്മെ വിടുവിക്കുന്നു. എന്തിൽ നിന്ന് വിടുവിക്കുന്നു? രോഗത്തിൽ നിന്ന് വിടുവിക്കുന്നു. ഇന്ന് രാത്രി ഇതിനകത്ത് ചില രോഗങ്ങൾ മാറും. യേശുവിന്റെ പുണ്യാഹാര രക്തം നമ്മുടെ മേൽ വന്നാൽ. എന്നെ കേൾക്കണേ, ഇന്ന് രാത്രി യേശുവിന്റെ പുണ്യാഹാര രക്തം നമ്മുടെ മേൽ വീഴുന്നാൽ നമ്മുടെ ചില രോഗങ്ങൾ മാറും. ഞാനൊരു കാര്യം വ്യക്തമായി വിശ്വസിക്കുന്നു, ലോകത്തിന്റെ ഒരു സംവിധാനത്തിന് കഴിയാത്തത് ദൈവത്തിന് കഴിയും. ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗിക്കാൻ പറഞ്ഞു, ഇവിടെ ദൈവമക്കളെ കേൾക്കാൻ വേണ്ടി പറയാണ്. എൻ്റെ ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട്. എൻ്റെ മകളോട് ബന്ധത്തിൽ ഇപ്പൊ 2 വയസ്സ് 2 മാസമായിട്ടുള്ളൂ. ഈ അമ്മമാർക്കറിയാം, പ്രസവിച്ച് കഴിയുമ്പോൾ ഈ ഉച്ചയിൽ ഒരു തുടുപ്പുണ്ട്, ഇവിടെ ഒരു തുടുപ്പുണ്ട്. അപ്പം 3 മാസത്തിൽ ഇത് കടയും. പ്രത്യേകിച്ച് ആൺപിള്ളേരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അടയുന്നതാണ് പറയണത്. പെൺപിള്ളേർക്ക് ഇച്ചിരി പതുക്കെയും ആൺപിള്ളേർക്ക് പെട്ടെന്ന് ഇതങ്ങ് അടഞ്ഞു നിൽക്കുമെന്നാണ് പറയുന്നത്. അപ്പം ഏറെ പറഞ്ഞ 6 മാസത്തിനകത്തൊക്കെ ഇരുന്ന് സംവിധാനം. പിന്നെ പറഞ്ഞ് 1 വർഷം ആണല്ലേ ആണ്. പിന്നെ ഇപ്പോഴത്തെ കാര്യങ്ങളൊന്നും പറയാനും പറ്റില്ല. പണ്ട് ഒരു അമ്മ പ്രസവിച്ചെങ്കിൽ, ഒരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ ആര് വിചാരിക്കണം? ദൈവം വിചാരിക്കണം. പണ്ടത്തെ കാര്യമാണ് പറയണത്. ഇപ്പം ഒരു കുഞ്ഞിന് ജനനം കൊടുത്ത് ഒരമ്മ പ്രസവിക്കണമെങ്കിൽ ഡോക്ടർ പറയണം. ഇല്ലെന്ന് നിങ്ങളാരും പറയരുത് അല്ലേ? ഇപ്പൊ ഡോക്ടർ പറയേണ്ട ദിവസമല്ലേ പ്രസവിക്കണേ അല്ലേ? തിരുവനന്തപുരത്ത് അങ്ങനെയാണ്. ഡോക്ടർ ഡേറ്റ് കൊടുക്കും, അതിനകത്ത് പ്രസവിക്കും. അഥവാ പ്രസവിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? അതെങ്കിലും പറയും, പ്രസവിപ്പിക്കും. ഓപ്പറേഷൻ ചെയ്യും, സിസേറിയൻ ചെയ്യും. അതിനപ്പുറം ഒരു മാറ്റവും ഇല്ല അല്ലേ? ബൈബിളിലുണ്ട്. എന്തുണ്ട്?
സൂതി ഗർഭിണികൾ പ്രസവം എടുക്കാൻ പോകുന്ന ആള്, അവിടെ ഒരു ഡേറ്റും ഇല്ല. കണ്ടാ, ബൈബിളിൽ കൊടുത്തിട്ടില്ല ഡേറ്റ്. അവിടെ പറഞ്ഞ് വേറൊരു മർമ്മം കൂടിയുണ്ട്. ഈ സൂതി ഗർഭിണികൾ പ്രസവിച്ച അന്ന് അവിടുത്തെ രാജാവ് ഹെരോദാവ് ഇവിടുത്തെ പറവം പറഞ്ഞിട്ട് ഈ ആൺകുഞ്ഞുങ്ങളെല്ലാം കൊന്നുകളാണ്. അതിനുവേണ്ടി പ്രസവം ശുശ്രൂഷ ചെയ്യുന്ന സ്ത്രീകളുടെ പേരാണ് സൂതി ഗർഭിണികൾ. സംശയമുണ്ടെങ്കിൽ ബൈബിളിലുണ്ട്, വീട്ടിൽ ചെന്ന് വായിച്ചാൽ. ഈ സൂതി ഗർഭിണികളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ ചെന്ന് ഇങ്ങനെയുള്ളവരെയൊക്കെ കൊന്നുകളയണം. അപ്പൊ പറയാണ്, അവർ സൗന്ദര്യവും ശരീര സമർത്ഥ്യവും ഉള്ളതിനാൽ ഞങ്ങൾ അവിടെ എത്തുന്നതിന് മുമ്പ് അവർ പ്രസവിച്ചിട്ട് എനിക്ക് പോകണം. ഇല്ലേ, ഇന്നത്തെ സ്ത്രീകൾ പ്രസവിച്ച 3 മാസം ബെഡ് റെസ്റ്റാണ്. ഇല്ല അല്ലേ? പിന്നെ അമ്മയുടെ വീട്ടിൽ തന്നെ ചെന്ന് നിൽക്കണം. അന്ന് പ്രസവിച്ച ആദ്യ നാളുകളിൽ ഈ കിടക്കുന്ന ഒരു കിടപ്പിന് ഈ സിസേറിയനാണ് പിന്നെ പറയണ്ട, കാലങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ 2 പേര്, കൈയടിക്കാൻ ഒരാൾ, വാരി കൊടുക്കാൻ ഒരാൾ, വെള്ളം തിളപ്പിക്കാൻ 7 പേര്. ഇന്നത്തെ കാര്യം അന്ന് അങ്ങനെയൊന്നുമില്ല. അന്ന് പ്രസവിച്ചിട്ട് പോകും. ഇന്ന് രാവിലെ ആ കൊച്ചിയിലെ ഒരു അനുഭവം പറഞ്ഞു. ഇന്നലെയാണ്, ഇന്ന് രാവിലെ അല്ലേ സാക്ഷി പറഞ്ഞപ്പോ കേട്ടില്ലേ ആരും? ആ കൊച്ചിയിലെ അനുഭവം പറഞ്ഞ കേട്ടില്ലേ? ആരും കേട്ടില്ലേ? അതെ, സ്ത്രീകളെ പ്രസവിക്കാറ് സ്ത്രീകളെ പോലും മൃഗീകമായി ജോലി എടുപ്പിച്ചിരുന്ന സ്ഥലമാണ് ഈ കൊച്ചി പട്ടണം. ഇല്ലേ? പ്രസവിച്ച് കുഞ്ഞിനെ കൊണ്ടുവന്ന് അമ്മ തിണ്ണയിൽ വെച്ചിട്ട് വീണ്ടും വയല് കളിച്ചു. അന്ന് രാത്രി 2 പേര് മരിച്ചു. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യത്തിൽ, ദേശത്തിൽ, നമ്മുടെ പട്ടണത്തിൽ. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട്, അപ്പൊ ഇന്ന് ഞാൻ തമിഴ്നാട്ടിലാണ് എൻ്റെ ഭാര്യ ഡെലിവറി. ഞാൻ അവിടെ നിന്നപ്പോൾ എൻ്റെ ഒരു ഡോക്ടർ പറഞ്ഞു, ഒരു തമിഴ് നല്ല ഡോക്ടർ, നല്ല സംസാരിക്കും. തമ്പി, നീ ഒന്നുകൊണ്ടും ഭയപ്പെടാതെ, തിങ്കളാഴ്ച കാലയിലെ 10 മണിക്ക്. അപ്പൊ എന്നോട് കേട്ട്, ഉനക്ക് യഥാവത് ടൈം എടുക്കാം എന്ന് പറഞ്ഞാൽ നിനക്ക് ഈ കുഞ്ഞിനെ എടുത്ത് കിട്ടാൻ ഏതെങ്കിലും സമയമുണ്ടോ എന്ന് കേട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ഡോക്ടറെ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പെൺകുട്ടിക്ക് ഞായറാഴ്ച 8 മണിക്ക് 10 മണിക്കകത്താണ് മുഹൂർത്തം. അപ്പോഴും പിള്ളേ എടുത്ത് കൊടുക്കണം. പ്രസവിക്കുന്ന നല്ല വിഷയം, കീറിയാണ് തന്നെ എടുക്കണം. ഡേറ്റിന് 5 ദിവസം ഉണ്ടെങ്കിലും ഡോക്ടറെ കൊടുക്കും. അപ്പൊ ഡോക്ടറെ ഇഷ്ടമാണ് ഇപ്പം നടക്കണം. എന്നോട് കേട്ട്, തമ്പി இந்த തിങ്കൾ കാലയിലെ 10 മണിക്കുള്ളിൽ ഉനക്ക് ഏതാവത് ടൈം എടുക്കാം. ഞാൻ പറഞ്ഞു, പൊന്ന് ഡോക്ടറെ, എനിക്ക് ഏതാവത് ടൈമില്ല, എപ്പിടിയായാലും പിള്ളേ കിട്ടിയാൽ പോതും. 2-3 വർഷമേ കാത്തിരിക്കുന്ന പിള്ളേ ഇല്ലാതിരുന്നു. അപ്പൊ ഇവള് കിട്ടുന്ന എന്തെങ്കിലും പിള്ളേ കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ഇവര് സമയം നോക്കാനാ. അപ്പോഴേ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, തമ്പി നീ ഒന്നുകൊണ്ടും ഭയം കൂടാതെ, ஞாயிற்றுக்கிழமை நைட் வந்து பாதிக்கு வந்து இந்த மருந்து வைக்குமே, இந்த காலையில் நடக்க இல்லாத வந்த காலையில் திங்களுமே காலையில் 10 மணிக்குள்ள எப்படியா உனக்கு பிள்ளை இருக்கு. ഞാൻ പറഞ്ഞു, அப்படி போதும், പിള്ളേ കാണാൻ പിള്ളേ കിട്ടിയാൽ പോലെ. അങ്ങനെ ആകെ പറയും, ഇത് കിട്ടൂലാന്ന് ചിന്തിച്ചു. ഏത് പിള്ളേ? അപ്പോഴാണ് പിന്നെ കുറേ അഭിപ്രായം ഇല്ലേ. പ്രസവത്തിന് നമ്മൾ എനിക്കറിയാം, ഭാര്യ വീട്ടിൽ നിന്ന് ഒരു അഭിപ്രായം, ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഒരു അഭിപ്രായം, പിന്നെ പാസ്റ്റർമാരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം. അവിടെ ചെന്നപ്പം പിന്നെ പല അഭിപ്രായത്തിൽ ഞാൻ അഭിപ്രായം. പിന്നെ എനിക്കറിയാം എൻ്റെ കൂടെ ആരുണ്ടെന്ന്, യേശു അപ്പം ഉണ്ടെന്ന് എനിക്കറിയാം. ഇവരാരും വലച്ചാലും ഞാൻ വലയില്ല. കാര്യം യേശു അപ്പൻ എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ വലഞ്ഞ് ഞാൻ കാണിക്കാം, പക്ഷെ എൻ്റെ കൂടെ ആരുണ്ട്? യേശു അപ്പനുണ്ട്. അവിടെ ദൈവം അത്ഭുതകരമായി, അതിശയകരമായി. ഡോക്ടർ തിങ്കൾ രാവിലെ വരുന്നതിന് മുമ്പ് തിങ്കളാഴ്ച വെളുപ്പിന് ഒരു 4 മണിക്കകത്ത് സംഭവമൊക്കെ. അത്ര സിസേറിയനില്ല, ഒന്നുമില്ല, സുഖപ്രസവം, രക്തതാൽവചനത്താൽ. അതിനുശേഷം അപ്പൊ ഈ തലേരക്ഷയോട് പറഞ്ഞു, അങ്ങനെ കാണിച്ചു. 1 വയസ്സായി. അപ്പോഴേ ഡോക്ടർ പറഞ്ഞൊരു മറുപടിയാണ്, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, 1.5 വയസ്സിലെല്ലാം റെഡിയാവും. എത്ര റെഡിയാവും? നമുക്ക് ധൈര്യം തന്ന അവർക്കെല്ലാം പിടിക്കലാണ്. അവരവസാനം കൈ ഒഴിയുകയും ചെയ്യും ഇല്ലേ. 1.5 വയസ്സായപ്പോൾ പറഞ്ഞു, ഇതങ്ങ് 1-2 മാസത്തിനകത്ത് 2 വയസ്സിനകത്ത് നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 2 വയസ്സായപ്പോൾ ഡോക്ടറെ ചെന്ന് കണ്ടു. അവരീ പറയുന്ന അവർക്ക് ഓർമ്മയില്ല. അവരുടനെ ഒരു ലെറ്റർ എടുത്തിട്ട് അങ്ങോട്ട് എഴുതാൻ തുടങ്ങി. കുഞ്ഞിനെ ഈ ഒരു പീഡിയാട്രിഷ്യനാണ് നോക്കണേ, ഇവിടെ നിന്ന് റെഫർ ചെയ്തു മെഡിക്കൽ കോളേജ് SIT. കേരളത്തിലെ ഇന്ത്യയുടെ നമ്പർ 1 എന്ന് പറയുന്നത് SIT ആണ്. അതിനുമെല്ലാം വേറെ ഒന്നുമില്ല. റെഫർ ചെയ്തു. അവിടെ ടക്കര കൊണ്ടുപോകണം, കുഞ്ഞിന് എന്താണെന്ന് കണ്ടുപിടിക്കണം, സ്കാനിങ് എടുക്കണം. തലയ്ക്ക് 10-12 അങ്ങനെ സ്കാനിങ് എടുത്തു. ഈ തുടുപ്പ് എന്താണെന്ന് കണ്ടുപിടിക്കണം. ഈ ബൈബിൾ വെച്ചൊരു കാര്യം ഞാൻ പറയാം. ഇന്നേക്ക് 2 മാസമായി, ഞാൻ ഇന്ന് വരെ പോയിട്ടില്ല. ഞാൻ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു,
ദൈവം അത് തുറന്നിട്ടുണ്ടെങ്കിൽ ദൈവം അടച്ചു തരും. ഹല്ലേലൂയ. എന്റെ ദൈവം അധികാരമുള്ള ദൈവമാണ്. മരണത്തിന്റെ മീതെ അധികാരമുള്ള ദൈവം. ഈ തലയിലെ തുടിപ്പ് മാറ്റാൻ ദൈവത്തിന് കഴിയും. അത്രയും ഉറപ്പില്ലാതെ ഞാൻ ഇങ്ങനെ ഇവിടെ കയറി പ്രസംഗിക്കും. ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിന്ന് പരിശുദ്ധാത്മാവ് നിറവ് ഞാൻ പറയാം. ഈ പുണ്യാഹാര രക്തത്തെ കുറിച്ച് ഞാൻ പ്രസംഗിക്കുമ്പോൾ അതെന്റെ കുഞ്ഞിന്റെ തല വരെ ചെന്നെത്തുവാൻ തക്കവണ്ണം ജീവനും ചൈതന്യവും ഉള്ള ഒരു ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രി അത് പുണ്യാഹാര രക്തമായി വെളിപ്പെടും. ഹല്ലേലൂയ. എനിക്ക് വിശ്വാസമുണ്ടെന്നേ, ഈ പുണ്യാഹാര രക്തം നമ്മെ രോഗത്തിൽ നിന്ന് വിടുവിക്കും. ഇപ്പോഴും തലയിൽ ആ തുടിപ്പുണ്ട്. 2 വയസ്സും കഴിഞ്ഞ് 2 മാസമായി. ഞാനൊരു കാര്യം വെല്ലുവിളിച്ച് പറയാം. കഴിഞ്ഞ ദിവസം ഇച്ചിരി പനിയുടെ ബലഹീനതയായിട്ട് എൻ്റെ ഭാര്യ ചേട്ടാ നേരെ ഹോസ്പിറ്റലിൽ വന്നു. ആ പീഡിയാട്രിഷ്യനെ തന്നെ കാണിക്കണം. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചിന്തിക്കണം, ആ പീഡിയാട്രിഷ്യനെ കാണിക്കണം. എപ്പോഴെന്നറിയാമോ? ഈ തല ഒന്ന് അടഞ്ഞിട്ട് നമുക്ക് 2 കൂടി പീഡിയാട്രിഷ്യനെ പോയി കാണിച്ചിട്ട് പറയണം, എന്റെ യേശു ജീവിക്കുന്നു, സകലത്തിന് മീതെ ജീവിക്കുന്ന ഒരു യേശുണ്ട്. അപ്പൊ അവർ ചോദിക്കും, ഇതെങ്ങനെ അടഞ്ഞു? അപ്പൊ പറയണോ, ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ ആ പുണ്യാഹാര രക്തം, ആ തലമേൽ വെളിപ്പെട്ടു. ആമേൻ. ഇന്ന് രാത്രി രോഗത്താലും ഭാരത്താലായിരിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ പുണ്യാഹാര രക്തം നമ്മുടെ ശരീരഭാഗങ്ങളിൽ വീഴുന്നാൽ അവിടെ ഒരു വിടുതൽ നടക്കും. രക്തത്താൽ വചനത്താൽ ചെയ്യാം. അപ്പോ ഒന്നാമതായി പറഞ്ഞു, നമ്മെ ശുദ്ധീകരിക്കുന്നു, 2 രക്ഷിക്കുന്നു, 3 രോഗത്തിൽ നിന്ന് വിടുവിക്കുന്നു, 4 ഈ രക്തം നമ്മെ ജീവിപ്പിക്കുന്നു. എന്തിൽ ജീവിപ്പിക്കുന്നു? യേശു ക്രിസ്തുവിൽ ജീവിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഈ 4ാമത്തെ കാര്യം, യേശുവിന്റെ രക്തം നമ്മെ യേശുവിൽ ക്രിസ്തുവിൽ ജീവിപ്പിക്കുന്നു. നമ്മുടെ ദൈവം ജീവിക്കുകയാണ്. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഈ ലോകത്തിൽ ഇനി വേഗം വരും ജയം. ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ. ജയം. ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കുകയാണ്. യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കുകയാണ്. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം യേശുവത്രേ. ഹല്ലേലൂയ. ജയം. ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ. ജയം. ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. സ്വതന്ത്രം. ഹല്ലേലൂയ. 4ാമത്തെ കാര്യം, ഈ പുണ്യാഹാര രക്തം എന്നെ എന്ത് ചെയ്യുന്നു? അത് ജീവിപ്പിക്കുന്നു. അങ്ങനെ എന്നെ ക്രിസ്തുവിൽ ജീവിപ്പിക്കുന്ന ഒന്നാണ് ഈ പുണ്യാഹാര രക്തം. എത്ര പേർക്ക് പറയാൻ കഴിയും, കർത്താവേ എന്നെ ജീവിപ്പിക്കുന്ന ഒരു രക്തമുണ്ട്. മറ്റു മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തനായി എന്നെ ജീവിപ്പിക്കുന്ന യേശുവിന്റെ പുണ്യാഹാര രക്തം. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഏത് ഹൃദയം? പുണ്യാഹാര രക്തം ഉള്ള ദൈവമക്കളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്നിൽ വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നില്ല, ഞാൻ പോയി സ്ഥലം ഒരുക്കിയിട്ട് ഞാൻ ഇരിക്കേണ്ടത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് ചേർത്തുകൊള്ളും. പുണ്യാഹാര രക്തത്താൽ അറുക്കപ്പെട്ടവൻ, ചേർക്കപ്പെട്ടവൻ, ഒട്ടിപ്പിടിച്ചവൻ, കൂട്ടം കൂടുന്നവൻ നിത്യതയിലേക്ക് പോകും. ഈ ദൈവമക്കളുടെ ഏറ്റവും പരമപ്രധാനമായ 1ാമത്തെ ലക്ഷ്യം നിത്യതയായിരിക്കണം. നമുക്ക് ഈ ലഭിക്കുന്ന സകലതും ഇവിടെ തീരും. ഇല്ലേ? തീരുമില്ലേ? തീരും. നമ്മൾ ഓരോന്നിനും അഡിക്റ്റ് ആകുകയാണ്. അല്ലേ? ഒരാൾ ഒന്നിൽ പാവിയെങ്കിൽ മറ്റൊരുവൻ വേറൊന്നിൽ പാവിയാണ്. അല്ലേ? ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പലപ്പോഴും പറയും, നമ്മൾ പറയുന്നതാണ് ഇന്നതേ നമുക്ക് തിന്നാവും, ഇന്ന തിന്നല്. ബൈബിളിനകത്ത് ഒരുപാട് നിയമങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ പാലിച്ച് തന്നെയാകണം.
ഞാനല്ലാതെ ഒരു അന്യ ദൈവം നിനക്ക് ഉണ്ടാകരുത്. അത് ഉണ്ടാവാൻ പാടില്ല. ദൈവത്തിന്റെ കൽപ്പനയാണ്. ഇല്ലേ? ഭൂമിയിലോ ആകാശത്തിലോ ഭൂമിയിലോ ഭൂമിക്ക് കീഴെ സമുദ്രത്തിലോ ഉള്ള യാതൊന്നിന്റെ പ്രതിമ ഉണ്ടാക്കുകയോ അതിനെ നമസ്കരിക്കുകയോ ചെയ്യാൻ പാടില്ല. ശദ്രക്ക് മേശക്ക് അഭേദനവും തീച്ചൂളയിലിടും. രാജാവുണ്ടാക്കിയ നെബൂഖദ്നേസർ രാജാവുണ്ടാക്കിയ ബിംബത്തെ ഒന്ന് നമസ്കരിച്ചാൽ നിങ്ങൾക്ക് ജീവൻ കിട്ടും. അവർക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ തീച്ചൂളയിൽ പോയാലും എനിക്ക് വേണ്ടി അർക്കപ്പെട്ട പുണ്യാഹാര രക്തം, ആ യേശുവിന്റെ രക്തം എന്നെ രക്ഷിക്കുമെന്നൊരു വിടുതലുണ്ട്. ആമേൻ. അപ്പോ ഒരു കാര്യം വ്യക്തമാണ്, നമ്മെ രക്ഷിക്കുന്ന ജീവിപ്പിക്കുന്ന ഒന്ന്. നമ്മൾ ചിന്തിക്കണേ, ഇന്ന് നമ്മൾ ഇത്രയും സന്തോഷത്തോടെ ജീവിക്കുന്നതിന്റെ ഏറ്റവും പരമപ്രധാനമായ കാര്യം യേശു തന്നെയാണ്. യേശു തന്നെയാണ്. എൻ്റെ അപ്പൻ നല്ലൊരു കൃഷിപ്പണിയോട് ചേർന്നൊരു അധ്വാനിയാണ്. നല്ലൊരു അധ്വാനിയാണ്. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ല, ഒരു നല്ലൊരു വസ്ത്രമില്ല, പണിയുടെ അങ്ങറ്റം, ദാരിദ്ര്യത്തിന്റെ കൊടുമുടി. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ അപ്പൻ യേശുവിനെ അറിഞ്ഞു. ആ യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചതിന് ശേഷം ഒരു നാൾ എൻ്റെ കൂടെ കാറിലേക്ക് ഇങ്ങനെ വരുമ്പം പപ്പയുടെ കൂടെ ഉള്ളവർ ഇന്നും സ്റ്റിൽ നോ അവരിങ്ങനെ ഈ പറമ്പിൽ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറമ്പിൽ വേല. അപ്പം എൻ്റെ അപ്പൻ കാറിലിരുന്നൊരു പറഞ്ഞൊരു വാചകം ഇങ്ങനെയാണ്. അപ്പം ഞാൻ അപ്പനോട് ചോദിച്ചു മറ്റൊരു വാചകം, അപ്പാ നിങ്ങൾ യേശുവിനെ അറിഞ്ഞതുകൊണ്ട് നിങ്ങളുടെ കൂടെ ഉള്ളവർ ഇന്നും വെയിലത്ത് പറമ്പിൽ വേല ചെയ്യുമ്പോൾ നിങ്ങൾ AC-യിൽ സഞ്ചരിക്കുന്നു. ഇന്നു രാത്രി ആ ദൈവ മഹത്വം മറ്റൊന്നുമല്ല, എനിക്കായി ചൊരിക്കപ്പെട്ട യേശു ക്രിസ്തുവിന്റെ പുണ്യം അതെന്നോട് സംസാരിച്ചു. ആ സംസാരത്തിന്റെ പശ്ചാത്തലത്തിലാ ഇന്നും ജീവിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, യേശുവിൽ ജീവിക്കുന്നത് പോലെ സന്തോഷവും സമാധാനം സൗഭാഗ്യം ഉലകത്തിൽ മറ്റൊന്നുമില്ല. ആരെന്ത് പറഞ്ഞാലും നല്ലൊരു ഉറക്കം വേണോ യേശു വേണം, നല്ലൊരു ആഹാരം വേണോ യേശു വേണം. ഞാൻ ഒരു കാര്യം തീർത്ത് പറഞ്ഞുതരാം, നല്ലൊരു ആഹാരം കണ്ടത് യേശുവിനെ കണ്ടിട്ടാണ്, നല്ലൊരു വീട് കിട്ടിയത് യേശുവിനെ കണ്ടിട്ടാണ്, നല്ല ഒരു വസ്ത്രം ധരിക്കുന്നത് യേശുവിനെ കണ്ടിട്ടാണ്. ഞാൻ എൻ്റെ അനുഭവം പറയുന്നത്, നല്ലൊരു വസ്ത്രമില്ല. ഞാൻ +2 പഠിക്കുമ്പോൾ ചെരുപ്പിടാതെ പോയൊരു മനുഷ്യനാണ്. അപ്പൊ നിങ്ങളെ എന്താ പാസ് ചെരുപ്പ് വാങ്ങാൻ നിവർത്തിയില്ല ഇല്ലേ? ഞാൻ ഇന്നും പറയും നിങ്ങളെ നാണുണ്ട്, പാസത്ത് നാണാങ്ങി എനിക്ക് അങ്ങനെ. ഞാൻ അനുഭവത്തിൽ നിന്ന് കയറി വന്ന മനുഷ്യനാണ്, ഏറ്റവും താഴെ നിന്ന് കയറി വന്ന ആളാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും 10ാം ക്ലാസ് വരെയും അന്നത്തെ ഏറ്റവും ഫേമസ് നിക്കറാണ് പൊത്ത നിക്കർ. ബാക്ക് 2 സൈഡ് പൊത്തയായിരിക്കും, വീട്ടിൽ നിന്ന് നിക്കർ. അതിനെ താത്ത് പാൻറ്റ് ഉടുപ്പ് വെച്ച് താത്ത് വയ്ക്കും. ഉടുപ്പ് താത്ത് വയ്ക്കാൻ വേറൊരു പ്രത്യേകതയുണ്ട്, ആർക്കും വേണ്ടാതെ ചേട്ടന്മാരുടെ ഉടുപ്പ് നമുക്ക് കിട്ടും, അവരെ വലിയ ഉടുപ്പ് നമുക്ക് ഇറങ്ങും കിട്ടും. അങ്ങനെ നമ്മൾ പോയി പഠിച്ചൊരു കാലം. അന്നും ദൈവദാസന്മാർ പറഞ്ഞു നിങ്ങൾ ദൈവം അനുഗ്രഹിക്കും. അന്നും ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചു, ചുമ്മാ പറയുന്നതാ. പക്ഷെ ദിവസങ്ങൾ കാലഘട്ടങ്ങൾ മാറിയപ്പോൾ യേശു ക്രിസ്തുവിന്റെ പുണ്യാഹാര രക്തത്തിന്റെ ആഴം അറിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, കുഴി കിടക്കുന്നവനെയും തിരിച്ചു കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു ദൈവശക്തിയുണ്ട്. ആർക്കും വേണ്ടാതെ പുറപ്പറമ്പിൽ കടന്ന എന്നെ ഹല്ലേലൂയ രക്തത്താൽ വചനത്താൽ ചെയ്യാം. എത്ര അനുഭവങ്ങൾ. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിൽ നിന്നും എൻ്റെ ദൈവം ഇങ്ങനെ കൊണ്ടുവന്നെങ്കിൽ ഒരു കാര്യം വ്യക്തമായി പറയാം, ക്രിസ്തുവിന്റെ മഹത്വം എൻ്റെ മേൽ വെളിപ്പെട്ടതുകൊണ്ടാണ്. ഹല്ലേലൂയ. ഞാൻ ഈ 15ാമത്തെ വയസ്സിൽ യേശുവിനെ പ്രസംഗിച്ചു തുടങ്ങിയ ആളാണ്. അന്നും ഭയങ്കര ദാരിദ്ര്യമാണ്. ഞാൻ കൂടുതലും വെള്ളയിട്ടാണ് പോണത്. ഒരു അനുഭവമാണ് പറയുന്നത്, വെള്ളയിട്ടാണ് ഞാൻ പോകുന്നത് അന്ന്. അപ്പം എൻ്റെ മുണ്ടിൻ്റെ വില കേട്ടാൽ നിങ്ങൾ അന്ന് വിശ്വസിക്കില്ല. അത് എൻ്റെ മുണ്ടിന് എല്ലാം കൂടി വന്നിട്ട് 45 രൂപ വിലയുള്ളൂ. അതെന്നാ പാസ് 45 രൂപ വിലയെന്ന് കേട്ടാൽ ഈ ഓപ്പറേഷന് മൂടുന്നൊരു വെള്ള തുണിയുണ്ട്, 1.25 മീറ്റർ എടുത്ത് എനിക്ക് കൊടുക്കാം. 1 മീറ്റർ വന്നിട്ട് 30 രൂപയുള്ളൂ വില. ഇപ്പം അത് 60 രൂപ വിലയുണ്ട്. അത്ര അതിനൊരു പ്രത്യേകതയുണ്ട്, അത് ഇച്ചിരി പശയൊക്കെ മുക്കി ഇട്ട് കഴിഞ്ഞാൽ രാജലുക്കായിരിക്കും. മാത്രം ഹല്ലേലൂയ. പിന്നെ എനിക്കൊരു പ്രത്യേകത, ഇച്ചിരി നല്ല ഹെവി ആയിട്ട് തന്നെ പോകണമെന്നാണ്. അങ്ങനെ ഞാൻ ഈ അവിടെയൊക്കെ ഇങ്ങനെ കൺവെൻഷൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അമ്മ ഞാൻ വൈകുന്നേരം വരുമ്പോൾ കാത്തിരിക്കും വന്ന് ഈ തുണിയൊക്കെ ഒന്ന് കഴുകിയിടാൻ വേണ്ടി. അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം ചിന്തിക്കുന്നത് എൻ്റെ ചിന്തയാണ്, കാരണം എനിക്ക് ദൈവം ഇച്ചിരി കഴിവ് അങ്ങനെ തന്നെ. ഞാൻ ഇവിടെ നല്ല മേളിൽ നിന്ന് ചിന്തിച്ച് താട്ടിറങ്ങും. ഒരാൾ ഇവിടെ നിന്ന് പറഞ്ഞു വരുമ്പോൾ ഞാൻ മേളിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ ഞാൻ ഒരു ദിവസം
എനിക്ക് ഈ ഉജാലയൊക്കെ മുക്കുള്ള ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ തുണിയൊക്കെ നല്ല ഹെവി ആയിട്ടുണ്ട്. ഒരു ദിവസം നോക്കിയപ്പോൾ ഉജാലയില്ല. അപ്പം ഞാൻ മുക്കാതെ പോകാൻ. അപ്പം ഞാൻ ആലോചിച്ച് എന്ത് ചെയ്യാം. പിന്നെ എനിക്ക് പിന്നെ ഐഡിയ ദൈവം തന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ എൻ്റെ പേനയുടെ മഷിയെടുത്ത് നീല ഉണ്ടാക്കി ആ കൊണ്ട് മുക്കി ഞാൻ കൺവെൻഷൻ പ്രസംഗിച്ചിട്ടുണ്ട്. സ്വതന്ത്രം. ഇന്ന് കൃപയാൽ ഒരു ഉജാല കമ്പനിയുടെ ദൈവം ഭാഗ്യം തന്നു. ഇന്നൊരു ഉജാല കമ്പനിയുടെ തന്നെ അല്ലേ ചെറുപ്പില്ല. സ്വതന്ത്രം. ഹല്ലേലൂയ. അങ്ങനെ സുവിശേഷം പ്രസംഗിച്ച് എനിക്കാണ് കർത്താവിൻ്റെ കൃപയാൽ അവൻ ഒരു കാര്യം ഞാൻ വ്യക്തമായി നിങ്ങളടുത്ത് പറയാം. എനിക്കിപ്പോൾ ഒരു സന്തോഷമുണ്ട്. മരിച്ച സ്വർഗത്തിൽ പോകുന്നൊരു സന്തോഷം. അല്ലാതെ കാരണമില്ല. ഇവിടെ കിട്ടിയതെല്ലാം ഇട്ടിട്ട് പെയ്യേ പറ്റും. ഇല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്കോ മക്കൾക്കോ കുടുംബ സഹോദരങ്ങൾക്കോ. അല്ലാതെ എന്താ എൻ്റെ കൂടെ ഇതൊന്നും വരില്ല. ഞാൻ ഇത്രയും ഉജാല മുക്കിയിട്ട ഉടുപ്പ് പോലും എൻ്റെ കൂടെ വരില്ല. ഇല്ലേ? ചിലർ വന്നപ്പോൾ എൻ്റെ നല്ലൊരു ഷർട്ടുണ്ട്, അത് കൂടെ വരുമെന്ന്. ഒറ്റ ചോദ്യമേ ഉള്ളൂ, നീ ഒന്ന് ഓപ്പറേഷൻ കയറി നോക്ക്. അല്ലേ? ഓപ്പറേഷൻ കയറി നമ്മളതൊന്നും എടുക്കുന്നേ. ചുമ്മാ കയ്യിലൊരു 2 തയ്യലിടുന്ന കാര്യമല്ല പറഞ്ഞ്. നല്ല മയക്കുള്ള ഓപ്പറേഷൻ കയറിയ നീ എത്ര പണക്കാരനായാലും ശരി നിന്റെ തുണി എടുക്കൂല. എന്നെ കിംസിലാണ് ട്രീറ്റ്മെന്റ് ചെയ്തത്. അവരുടെ സർജിക്കൽ ബ്ലൈഡ് കൊണ്ടുവന്ന് എൻ്റെ എല്ലാ തുണിയും അവർ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അവർ തരും തുണി മാത്രം. ഇതാണ് വചനം പറയുന്നത്. രാത്രി യേശുവിന്റെ അടുക്കലേക്ക് വരേണ്ട ഏക മാർഗമാണ്. നിനക്ക് ഇഷ്ടമുള്ളപ്പോ നീ നല്ല നടക്കും. നീ ഇഷ്ടമില്ലാതെ നീ ഒരു ശേഷി വരുമ്പം നിന്റെ ആരും വേറൊരാൾ ഉടുക്കാതിരിപ്പാൻ ഇന്ന് രാത്രി യേശുവിന്റെ പുണ്യാഹാര രക്തം നമ്മുടെ മേൽ വീഴേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കാം. 5ാമത്തെ കാര്യം, ഈ പുണ്യാഹാര രക്തം എന്നെ നമ്മെ സത്യത്തിൽ വഴി നടത്തും. ഈ ആചാര്യോട് ചോദിച്ചാലും പറയും, ഞാൻ സത്യത്തിലല്ല നടന്നത്, പക്ഷെ ഈ യേശുവിന്റെ രക്തം എന്നെ സത്യത്തിൽ നടത്തി. ഒരു അല്ലേലേ പറഞ്ഞേ. ഈ യേശുവിന്റെ രക്തമാ എന്നെ സത്യത്തിൽ നടത്തിയത്. അതുകൊണ്ടാണ് ഇന്ന് രാത്രി എനിക്ക് വരാൻ ഭാഗ്യം വിളിക്കുന്നത്. ഈ യേശുവിന്റെ രക്തം നമ്മെ സത്യത്തിൽ വഴി നടത്തുന്നു. അടുത്ത് പറയുന്നു, ഈ യേശുവിന്റെ രക്തം നമ്മെ ഉയർപ്പിക്കുന്ന ഒന്നാണ്. എങ്ങനെ? ക്രിസ്തുവിൽ സത്യത്തിൽ വഴി നടത്തുന്നു, ക്രിസ്തുവിൽ ഉയർപ്പിക്കുന്നു. ഇന്ന് രാത്രി ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹാര രക്തം, യേശു ക്രിസ്തുവിന്റെ പുണ്യാഹാര രക്തം. അവന്റെ പാപം, നമ്മുടെ പാപം എത്ര കടുചുമപ്പായാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കാൻ തക്കവണ്ണം ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ പുണ്യാഹാര രക്തത്തിന്റെ അടുക്കലാണ് വന്നിരിക്കുന്നത്. ഇന്ന് രാത്രി ഈ പുണ്യാഹാര കർത്താവ് എൻ്റെ ഹൃദയത്തിനകത്ത്, എൻ്റെ ശരീരത്തിനകത്ത്, എൻ്റെ ജീവനകത്ത്, എൻ്റെ വ്യക്തിതലമായകത്ത് ഈ യേശുവിന്റെ പുണ്യാഹാര രക്തം ഒന്ന് വെളിപ്പെടണേ കർത്താവേ. ഇന്ന് രാത്രി ഇത്ര ഒന്ന് പറയാൻ കഴിയും, കർത്താവേ ഈ പുണ്യാഹാര രക്തം എൻ്റെ ചില വിഷയങ്ങളുടെ മധ്യേ, എൻ്റെ കുടുംബത്തിന്റെ മധ്യേ, എൻ്റെ ജീവിത ചരിത്രത്തിനകത്ത് ഈ പുണ്യാഹാര രക്തം ഇറങ്ങി വരുന്നുവെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് ചില വിടുതലുണ്ടാകും. ചില രോഗത്തിനെതിരെ സൗഖ്യം, ചില ഭാരത്തിനെതിരെ, ചില വേദനയുടെ മധ്യേ, ചില ശുശ്രൂഷകൾ, എല്ലാ ദൈവദാസങ്ങളെ ശ്രദ്ധിക്കണം, ചില ശുശ്രൂഷകളുടെ പുതിയ വഴി തുറക്കാൻ ഈ യേശുവിന്റെ രക്തം നമ്മോട് സംസാരിക്കും. എന്നോട് സംസാരിക്കുക. ഈ പ്രായം വിഷയമല്ല. ഈ യേശുവിന്റെ രക്തം എന്നോട് സംസാരിച്ചാൽ അതിനകത്ത് വിടുതലുണ്ടാകും. ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിടങ്ങൾക്ക് നമ്മൾ രാത്രി ആ ദൈവത്തെ പാടി മഹത്വപ്പെടുത്താൻ പോവുകയാണ്. കർത്താവിൽ നമ്മൾ ആശ്രയിച്ച്, കർത്താവിൽ നാം പാടി, നാം കർത്താവിനെ ഇന്ന് രാത്രി കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്.